ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു 37 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പാൻറ്റാണ് നമ്മളിവിടെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. തുണിയുടെ വിഡ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ തുണിയുടെ ചീത്ത വശമാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കുന്നത്. ഞാനൊരു 1.25 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് 2.5 എടുത്തത്. നിങ്ങൾ ചെറുതാണെങ്കിൽ അതിൽ കുറച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ആ വരച്ച ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 14.5 ഇഞ്ച് ഞാൻ ക്രോച്ച് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് നേരെ താഴേക്ക് 37 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 37 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നമ്മളൊരു 8 ഇഞ്ച് കാലിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രോച്ചേരിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആ തയ്യൽ തുമ്പ് കൊടുത്തേക്കണം ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ മുകളിൽ വരെ കട്ട് ചെയ്യണം കേട്ടോ. താഴെ ആ ഒരു വരച്ചേക്കണ ലൈനല്ല, ക്രോച്ചേരി അവിടെ നിന്ന് ഏറ്റവും മുകളിൽ വരെ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് ഈ പലാസോ പാൻറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു കടയിൽ കൊണ്ട് കൊടുത്താൽ നമുക്കൊരു 150 രൂപയൊക്കെ സ്റ്റിച്ചിങ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പഴയ നൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത് ഞാനൊരു കോട്ട് സെറ്റിൻ്റെ ആട്ടോ, അത് നമ്മുടെ ഒരു കസ്റ്റമറുടെയാണ്. അപ്പോൾ കോട്ട് സെറ്റ് ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞു, അതിൻ്റെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. ഇതിൻ്റെ പാൻറ്റാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പലാസോ പാൻറ്റാണല്ലോ അതിന് നല്ലത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തയ്ക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് വിടുവിക്കുകയാണ്. അതൊരു ഫോൾഡഡ് സൈഡ് ആയതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ചിങ്ങും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ താഴെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. ആ 1.5 ഇഞ്ച് നമ്മൾ താഴെ മടക്കി വെക്കണം. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു മാർക്ക് ചെയ്തേക്കണ ഭാഗത്തും ചെറിയൊരു നോച്ച് കൊടുക്കുക. മുകളിൽ കൊടുത്തേക്കണ പോലെ താഴെയും ഒരു നോച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 1.5 ഇഞ്ച് താഴെ കൂടുതൽ കൊടുത്തിട്ടില്ലേ മടക്കി അടിക്കാനായിട്ട്, ആ 1.5 ഇഞ്ച് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ തുണിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാൻറ്റ് സ്വയം തയ്ക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് സാധാ നോർമൽ പാൻറ്റും ചുരി പാൻറ്റും എല്ലാം. ഇപ്പോൾ ചുരി പാൻറ്റൊക്കെ തയ്ക്കാൻ വളരെ എളുപ്പമാണ്. അളവൊന്നും എടുക്കാതെ തയ്ക്കുന്ന രീതി നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ അളവെടുക്കാതെയാണ് തയ്ക്കുന്നത് കേട്ടോ. അളവെടുക്കാതെ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും അളവെടുക്കാതെയല്ല, ചുരി പാൻറ്റ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്തു വരുന്നത്. അല്ലാണ്ട് അതിൽ നിന്ന് കാലിൽ നിന്ന് അളവെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയല്ല. നമുക്കൊരു ചുരി പാൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതേ അളവിലുള്ള വേറൊരു പാൻറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അളവെടുത്തും ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലാണ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ കാലിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും കൂടെ. താഴെ ഞാൻ ഒരു 8 ഇഞ്ച് വിഡ്ത്താണ് വിട്ടത്. ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ നമ്മുടെ ക്രോച്ചേരിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ അടിച്ചു വരിക. പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നാലാണ് അത് കീറി പോവാതെ ഇരിക്കുകയുള്ളൂ, കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. പുറത്തുള്ള ഒരാൾക്കാണ് തയ്ച്ച് കൊടുക്കുന്നതെങ്കിലും നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് വീണ്ടും ഞാൻ ആ തയ്ച്ച് തുടങ്ങിയോടത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കാല് എടുത്തിട്ട് ഇതുപോലെ തുണി നല്ല വശങ്ങൾ രണ്ടായിട്ട് ചേർത്ത് മടക്കി വയ്ക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും തയ്ച്ച് വെച്ചേക്കണത് ഉള്ളിലേക്ക് വരത്തക്ക വണ്ണം വെച്ചതിന് ശേഷം ദേ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വിഡ്ത്ത്, കാലിൻ്റെ ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി ഒരെണ്ണം ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. എപ്പോഴും നൂല് കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നൂലിടാൻ വരുമ്പോൾ അത് കയറിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ നൂല് കട്ട് ചെയ്യാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കുകയാണെങ്കിലും നമ്മൾ ഒരു ടക്ക് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ടിൻ്റെ ടക്ക് അടിച്ചു, അങ്ങനെ അടിച്ച് പോവുക. നൂല് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ നഷ്ടമാകും. അപ്പം നമ്മുടെ കാലിൻ്റെ 2 പീസ് അപ്പുറം 2 സൈഡിലെ കാലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ക്രോച്ചേരിയകൾ തമ്മിൽ യോജിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ സെൻറ്ററിൽ വരുന്ന ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അടിച്ച് വന്ന ആ സ്റ്റിച്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഒരുപോലെ വയ്ക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം മുകളിലേക്ക് ബാക്കി പീസും കൂടെ ഒരുപോലെ വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വന്നാലും കറക്റ്റ് സെൻറ്റർ ഭാഗം വരുമ്പോൾ ഒരുപോലെ ഇരിക്കും. അതങ്ങനെ കറക്റ്റ് ഒരുപോലെ ഇരിക്കണം. എന്നാലാണ് പാൻറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. മുകളിൽ നമുക്ക് കയറി ഇറങ്ങി കുറച്ചൊക്കെ ഇരുന്നാലും അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ സെൻറ്ററിൽ വരുമ്പോൾ ഒരുപോലെ ഇരുന്നെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റർ വരെ അടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗമൊക്കെ നിങ്ങൾ 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുക. അപ്പോൾ ഈ പാൻറ്റെന്ന് മാത്രമല്ല, ചുരിദാർ തയ്ക്കുകയാണെങ്കിലും നമ്മൾ എന്ത് തയ്ക്കുകയാണെങ്കിലും പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആണെങ്കിലും 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ എളുപ്പപ്പടിക്ക് ഒരെണ്ണമേ ചെയ്യാറുള്ളൂ. അത് നമ്മുടെ സ്വന്തം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 or 3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ് ഇത്രയേ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമാണ് മടക്കി അടിക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് എത്രയാണ് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് 31 ഇഞ്ചാണ്. ഞാനപ്പോൾ അവിടെ ഒരു 5 ഇഞ്ച് കുറച്ചിട്ട് 26 ഇഞ്ചിലാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. 1.25 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ആദ്യം ആ എലാസ്റ്റിക്കിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കൂട്ടി അടിച്ചെടുക്കേണ്ടത്. ഒരു 5-6 സ്റ്റിച്ച് കൊടുക്കുക. എന്നാലാണ് അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിഞ്ഞിരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ വലിയുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഈ എലാസ്റ്റിക്കേൽ അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില സ്റ്റിച്ചുകളൊന്നും പിടിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടൊരു 5-6 സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിച്ചു നോക്കുക പോകണ്ടോന്ന് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക് ഇത് പാൻറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ സ്റ്റിച്ച് ചെയ്ത് വന്നതിലുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തതിലേക്ക് ഈ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അവിടെയാണ് നമ്മുടെ ഫോൾഡ് ചെയ്ത ആ ഭാഗം വരേണ്ടത്. എലാസ്റ്റിക്കിൻ്റെ ഫോൾഡിങ് വരേണ്ടത് അവിടെയാണ്. അതായത് ഇതുപോലെ ഇങ്ങനെ വരണം. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചോളം വരും. അതൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ടൈറ്റായിട്ട് അടിക്കാതെ കുറച്ചൊരു ഗ്യാപ്പിലടിക്കുക. ഒത്തിരി ഗ്യാപ്പ് വേണ്ട. ഒരു 1/4 ഇഞ്ചിൽ താഴെ ആയാലും മതി. കുറച്ചൊരു ഗ്യാപ്പിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ സാധാരണ മടക്കി അടിച്ചതിന് ശേഷം എലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് അങ്ങനെ അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില സ്ഥലത്ത് വീതി കുറഞ്ഞു വരുമ്പോൾ ഈ എലാസ്റ്റിക് കയറാതെ വരും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ വന്നൊന്നുമില്ല. അപ്പോൾ ചിലയിടത്ത് കയറിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ അന്നേരം ഈ എലാസ്റ്റിക് പാകമാവില്ല. അന്നേരം നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിയും. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കും തോറും എലാസ്റ്റിക് വലിച്ച് വിടുക. ആ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടി വേണമെങ്കിൽ ഒരു അടി കൊടുക്കാം കേട്ടോ. അതായത് നീളത്തിലിങ്ങനെ വട്ടം നമ്മളിപ്പോൾ അടിച്ചെടുത്തില്ല, അതുപോലെ അടിച്ചെടുക്കുക. അപ്പം ഞാൻ അങ്ങനെയല്ല ഈ പ്രാവശ്യം ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അന്നേരം ആ എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തും കൂടെ എടുത്ത് കഴിയുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സാധാരണ ഈ ഒരു
കോഡ് സെറ്റിനൊക്കെ ഇതുപോലത്തെ പലാസോ പാൻ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 4.5 മീറ്ററിനുള്ളിൽ പാൻറ്റും അതുപോലെ ടോപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.